ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് എന്താ വെച്ചാല് ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛനമ്മമാരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവരും അച്ഛനമ്മമാരും മാത്രമല്ല കേട്ടോ, അമ്മായിമാരും അമ്മാവന്മാരും ആരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അവർ മുഴുവൻ ഇത് കേൾക്കണം. മക്കളും കേൾക്കണം, അവരുടെ മക്കളും കേൾക്കണം. നമ്മൾ ഈ പേപ്പർ തുറന്നാൽ എന്തൊക്കെയാണല്ലേ ഇപ്പൊ കേൾക്കണത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് അച്ഛനും അമ്മയും അവര് ചിലപ്പോൾ മക്കളോട് കാര്യമായിട്ട് മക്കളുടെ കല്യാണം കഴിയുന്നവരോ ഒരുമിച്ച് കഴിയണവരാവും. മക്കളുടെ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് അമ്മയും അച്ഛനും കൂടിയും താമസിക്കുമ്പോൾ കൂട്ടത്തിൽ കഴിഞ്ഞു എന്ന് വരും. അതിൽ ഒരാളാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ തടങ്ങായി മറ്റേ ആൾക്ക് ആകെ അവർക്ക് പിന്നെ എന്നെ ആരും ശ്രദ്ധിക്കണില്ല, എന്നെ നോക്കണില്ല, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയായാലും അവർക്ക് തെറ്റിപ്പിരിഞ്ഞ് അവര് മക്കളോട് ഇറങ്ങിപ്പോയിക്കോളാൻ പറയുക ഈ തറവാട്ടിൽ നിന്ന്. അപ്പോൾ ആ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവിടെ ഒറ്റപ്പെട്ടു. മക്കള് എന്ത് ചെയ്തു? പോയി. ഈ അമ്മയും അച്ഛനും ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയും. ചിലപ്പോൾ മക്കള് പാവട്ടോ ബുദ്ധിമുട്ടിയിട്ടാവും, വാടകയ്ക്കാവും മക്കളെ ഇരിക്കണത്. ഈ അമ്മമാർക്ക് നല്ല ആരോഗ്യമുള്ളവരാണ് ഇതൊക്കെ ചെയ്യുക. തീരെ വയ്യാത്തവൻ ഒന്നിനും പോവില്ല. മനസ്സിലാവണില്ലേ? എന്തെങ്കിലുമൊക്കെ അവനാന് പ്രാപ്തി. ചിലവർക്ക് ആ ഫ്രീഡം വേണേ, ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കണം, പച്ചക്കറി പോയിട്ട് അവനാൻ തന്നെ വാങ്ങിക്കൊണ്ടണം, അടുക്കളക്കാര്യം മുഴുവൻ നമ്മളെ അടുത്ത് വിട്ട് കൊടുക്കുക ചെയ്യില്ല. എങ്ങനത്തോരാണല്ലോ ഈ ഒറ്റയ്ക്ക് കഴിയാൻ ഇഷ്ടപ്പെടണം അല്ലേ? അപ്പോൾ അങ്ങനെ കഴിയണ സമയത്ത് അച്ഛനാണ്, ചിലപ്പോൾ അച്ഛനായിരിക്കും, ചിലപ്പോൾ അമ്മയായിരിക്കും. അച്ഛനാണെങ്കിൽ അവരുടെ കൂടെ മൂന്നാമതൊരാൾ കയറി പറ്റാൻ നോക്കൂലേ. ചിലപ്പോൾ അവർ നല്ല ഗവൺമെന്റ് ജോലിക്കാരനും റിട്ടയർഡ് ചെയ്ത് ഇപ്പോൾ വാർദ്ധക്യ പെൻഷനോ അല്ലെങ്കിൽ നമ്മള് ജോലി ഉള്ള ഒരാൾക്ക് നല്ല ഉയർന്ന പെൻഷനൊക്കെ കിട്ടുന്ന കാലാണ് അല്ലേ. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണെങ്കിലും കൂടും ഒരാൾ, മൂന്നാമതൊരാളെ. ഇനി നമ്മുടെ കൂടെ ആണെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കും മൂന്നാമത് കൂടുക അല്ലേ. ഇപ്പൊ നിങ്ങൾ കേൾക്കണില്ലേ പേപ്പർ തുറന്നാലൊക്കെ, പേപ്പറിൽ മുഴുവനും നമുക്ക് കഷ്ടം തോന്നുന്നു അല്ലേ. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മക്കളെ, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. കൊലപാതകം അടക്കം ചെയ്യണു. എന്തെങ്കിലുമൊക്കെ ഒന്നിച്ചിട്ട് പൊന്മുട്ടയിടുന്ന താറാവല്ലേ ഒന്നിച്ച് അടക്കി ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ, അങ്ങനെ കൊലപാതകം കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് അച്ഛനും അമ്മയും താമസിക്കുമ്പോൾ മക്കള് ഒന്ന് ശ്രദ്ധിക്കണം, മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എൻ്റെ അമ്മ ഒറ്റയ്ക്കാണല്ലോ താമസിക്കണം, രാത്രിയായി എൻ്റെ അമ്മയ്ക്ക് തുണയ്ക്കൊരു സ്ത്രീ വന്ന് കിടക്കണ്ടെന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എങ്കിലും നിങ്ങൾ ദിവസേന ചെന്ന് അവിടെ അന്വേഷിക്കണം. എന്നാൽ അവിടെ അത്ര അക്രമത്തിനൊന്നും ഈ അമ്മയ്ക്ക് അന്വേഷിക്കാൻ നല്ല പ്രാപ്തന്മാരായിട്ടുള്ള മക്കളുണ്ട്. എത്ര തെറ്റിയാലും അവര് വരുന്നുണ്ട്, നോക്കുന്നുണ്ടെന്ന് കാണുമ്പോഴേ ഒരു ചെറിയ പേടി കാണും. ഈ മൂന്നാമത്തെ ആളൊക്കെ ഈ അമ്മയുടെ അടുത്ത് കയറി കൂടിയ ആളെ ഈ അമ്മമാർക്ക് ഒരു അന്തവും കുന്തവും ഇല്ലായിട്ടാണ്. എത്ര ചെയ്യാലും വയസ്സാവുമ്പോൾ നമ്മളെ മക്കൾ തന്നെയല്ലേ നോക്കുള്ളൂ. വേറൊരാൾ നമ്മളെ മക്കളെ പോലെ നോക്കുമോ? വാർദ്ധക്യം വന്ന് നമ്മൾ കടപ്പിലാവുന്നവരെ ഉണ്ടാവും ഈ ചുറ്റുമുള്ളവരെ അല്ലേ. അവരെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞ് അവരെ വീഴ്ത്തി നല്ല മധുരമുള്ള വാക്കുകൾ പറയും. സ്നേഹമുള്ളിടത്ത് അത്ര മധുരമുള്ള വാക്കൊന്നും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീടല്ലേ, ചട്ടിയും കാലാവുമ്പോൾ തട്ടി മുട്ടി എടുക്കുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് അധിക കുടുംബത്തിലും തട്ടിയും മുട്ടും. അപ്പോൾ വയസ്സാവണവർക്ക് ഈ തട്ടലും മുട്ടലും തീരെ ഒന്നും പറ്റണില്ല. കാരണം മകൻ കല്യാണം കഴിച്ചു, അവന് കുട്ടികളുണ്ടായി, കുട്ടികളെ ആവും ചിലപ്പോൾ മരുമകൾ ചീത്ത പറയണത്. അമ്മയ്ക്ക് തോന്നുന്നത് മുഴുവനും അമ്മയെന്നാവും. അങ്ങനെ കലഹം കാരണം അവര് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊക്കും മക്കളോടും കൂടി ഒരു കാര്യം പറയാണ്ട്, മക്കളെ അമ്മ പ്രാപ്തിയാണ്, അമ്മ ഒറ്റയ്ക്കാൻ താമസിച്ചോട്ടെ, അമ്മയുടെ അഹങ്കാരം അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത് കേട്ടോ. നമ്മളെ പറ്റുമ്പോൾ നമുക്ക് ഒന്നല്ലേ ഉള്ളൂ, ഇനി അച്ഛനാണെങ്കിലും ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ അവരുടെ കാര്യം എപ്പോഴും അവരെത്ര ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും മൂന്നാമതൊരാൾ കടന്നുകൂടാതെ നിങ്ങളും വേണം ശ്രദ്ധിക്കാൻ. കാരണം അമ്മയ്ക്ക് വേണ്ടതെല്ലാം നിങ്ങൾ അമ്മയ്ക്ക് പ്രാപ്തിയുള്ള കാലത്ത് എന്തൊക്കെയാ ചെയ്തോട്ടെ, എങ്കിലും നമ്മളെ കണ്ണൊപ്പം വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമായിരിക്കും പിന്നീട്. കാരണം എൻ്റെ ആണല്ലോ എൻ്റെ അമ്മയ്ക്ക് ഗതി വന്നത്, ഞാനൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു നിങ്ങൾക്കും തോന്നും. കാരണം കൊള്ള ഒരു സ്വർണ്ണവള ഉണ്ടെങ്കിൽ കൈ മുറിച്ചു കൊണ്ടുപോകണ കാല നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ അമ്മമാരും ശ്രദ്ധിക്കണം. മക്കള് മാത്രം മക്കളെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം മക്കൾക്ക് ഈ കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെയാവും. സ്വത്തും മുതലും മുഴുവനും അമ്മ അടക്കി ഭരിച്ച് ബാങ്കിൽ ഇട്ട് ബാങ്കിൽ പലിശ എടുത്ത് അങ്ങനെ അമ്മ ജീവിക്കും. എന്താ അതുകൊണ്ടൊരു കാര്യമുള്ളത്? നമ്മളെ കുട്ടികൾക്ക് അനുഭവിക്കാനുള്ളത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണ്ടേ? അവരുടെ ബുദ്ധിമുട്ട് കണ്ട അമ്മ കൊടുക്കണ്ടേ? പെൻഷനുള്ള അമ്മയാണെങ്കിൽ മക്കൾക്കാണ് കൊടുക്കേണ്ടത്, നാട്ടുകാർക്കല്ല. അങ്ങനെയാകുമ്പോൾ മക്കൾക്കും ഉണ്ടാവും ഒരു അലിവൊക്കെ. അപ്പൊ ഇനി അമ്മ എത്ര തെറ്റ് ചെയ്താലും മക്കളെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, അമ്മയുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കണം കേട്ടോ. വയസ്സാകുമ്പോൾ ചിലവർക്ക് അറിയില്ല, നമ്മളെ കുട്ടികളെ പോലെയാവും ബുദ്ധി എന്നൊക്കെ കേൾക്കാണ്ട് 70 കഴിഞ്ഞ 60 വരെ, എന്നാലും ചിലവർ 60 തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങളും വേണം കേട്ടോ ശ്രദ്ധിക്കാൻ. നിങ്ങളുടെ അമ്മങ്ങൾ ഒരിക്കലും വേറൊരാൾക്ക് കാരാട വിട്ടു കൊടുക്കരുത്. അമ്മയ്ക്ക് വയ്ക്കുമ്പോഴൊക്കെ അമ്മ നമ്മുടെ പ്രാപ്തി കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകൂലേ.
വയ്യാതെ ആകുമ്പോൾ വേറൊരാള് എന്തൊക്കെയാ അമ്മയെ കാട്ടണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും വേണം കേട്ടോ. തെറ്റിയിട്ട് അമ്മ ഒറ്റയ്ക്ക് താമസിക്കുക. മിലിറ്ററിക്കാരന്റെ ഭാര്യയാവും അമ്മ, പക്ഷെ മക്കൾക്ക് അതൊന്നും ഉണ്ടാവില്ല വരുമാനേ. മക്കള് പോവാൻ ബസ്സിലെ കണ്ടക്ടറോ എന്തേലും പ്രൈവറ്റ് ബസ്സിലെ എന്താ അവർക്ക് കിട്ടുക വൈകുന്നേരത്തെ ഒരു കൂലി, അതുകൊണ്ടൊന്നും കുടുംബം വളർത്താൻ അവർക്ക് പറ്റുണ്ടാവില്ല. എന്നാലും അമ്മ അതൊക്കെ അടക്കി പിടിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാവും. അപ്പൊ നിങ്ങളെ എപ്പോഴും വേണം അമ്മയുടെ അടുത്ത് ഒരു കണ്ണ്, മനസ്സിലായല്ലോ. മൂന്നാമതൊരാളെ കയറി പറ്റാതെ നിങ്ങൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നിങ്ങളും വേണം സംരക്ഷിക്കുക. കഷ്ടം തോന്നുന്നു ഓരോരുത്തരുടെ കാര്യം കേൾക്കുമ്പോൾ, അതുകൊണ്ട് പറയാട്ടോ. ചിലപ്പോൾ അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുമൊന്നും വേണ്ട മക്കളെ. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെ. വയസ്സാവുമ്പോൾ എന്തൊക്കെ തോന്നാൻ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. ഇനി അറിയാതെ ആരും ചിന്തിക്കാതിരിക്കണ്ട വെച്ചിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ അമ്മയെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.